കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുരാരി ഈ ചെറ്റേനെ വരെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലെ ആൾക്കാരുണ്ടെന്ന് കാണുമ്പോഴല്ലോ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്, അതിനിടയിൽ വന്ന കമൻറ്റുകൾ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. കുറേയൊക്കെ നാട്ടുകാർ പല ഫേക്ക് കേസുകളും ഈ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കൊണ്ട്, അതിൻ്റെ ന്യൂസുകളൊക്കെ പുറത്ത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവനെ പോലുള്ള ഒരു എ ക്ലാസ് ഫ്രോഡ്, ദൈവവും മതവും വിശ്വാസവും ഒക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു ചെറ്റ, ഇവൻ്റെ എത്രയോ ന്യൂസുകൾ മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു മേജർ, ഒരു 16 വയസ്സുള്ള കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വരുന്നു. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇവനോട് രക്ഷപ്പെടാൻ നോക്കുന്നു. ആ നാട്ടിലുള്ള നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു ഇവൻ ഫ്രോഡാണ് എന്നുള്ളത്. എന്നിട്ടും ആളുകൾ ഓൺലൈനിൽ വന്നിട്ട് പെടുത്തിയതാവൂ, ട്രാപ്പാക്കിയതാവൂ. ഈ മുസ്ലിം ഗാനത്തിൽ, മാപ്പിളപ്പാട്ടിൽ റീൽസ് കളിക്കുന്നത് കൊണ്ട് വേറെ ആരെങ്കിലും ട്രാപ്പ് ചെയ്തതാണോ? എന്തൊരു, നിങ്ങൾക്കൊക്കെ ബ്ലൈൻഡായിപ്പോയോ നിങ്ങളൊക്കെ? അല്ല, നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വ്യൂവർഷിപ്പിൻ്റെ മുന്നിലേക്ക് 4 BGM കുത്തിക്കയറ്റി ഏത് കള്ളനും കൊലപാതകയും മറ്റേ പിടിയനും വന്ന് 2 ചാരിറ്റി ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്മമാരാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അതുപോലൊരു നന്മമാരായിരുന്നു ഈ മുരാരി. ചാരിറ്റി ചെയ്യാനും നാട്ടുകാരെ സഹായിക്കാനും BGM ഇടാനും പാട്ട് പാടാനും റീൽസ് ഇടാനൊക്കെ നടന്നിരുന്നു. പ്ലീസ് കോമൺ സെൻസ് യൂസ് ചെയ്യും. നിങ്ങൾ നന്മ അഭിനയിക്കുന്നവനും ഉള്ളിൽ ശരിക്കും നന്മയുള്ളതും ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പഠിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീല് കണ്ട് മാത്രം അതാണ് നന്മ, BGM ഇട്ട് ഈ സഹായം ചെയ്യുന്നതാണ് നന്മ എന്നുള്ളത് മാത്രം വിചാരിച്ച് ലൈഫിൽ മുന്നോട്ട് പോകരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ബ്ലൈൻഡായി പോകും. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കമ്മിങ് ടു ദിസ് വേടാല ഫ്രോഡ്, പക്ക ഉടായിപ്പ് മുരാരി, ഇവനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ടീംസിന് മുന്നിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ട് തരാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം. ബൈ ദ വേ, ഇവന് ഭയങ്കര ഫാൻ ബേസ് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കയ്യിൽ നിന്ന് ബ്ലൈൻഡായി ചതിക്കപ്പെട്ട ആളുകൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ എണ്ണങ്ങൾ കടന്ന് കരയുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവൻ ഒമാനിലൊക്കെ ക്ഷേത്രം തുടങ്ങുക, ജ്യോതിഷ കേന്ദ്രം തുടങ്ങുക, അതുവഴി ആളുകളെ, അവിടെയുള്ള പ്രവാസികളെ പറ്റിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടി വന്നുടായ്പ ഇവൻ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഫിനാൻഷ്യൽ ഫ്രോഡ് അടക്കം ഇവരെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഇവനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവൻ പോലീസ് ജീപ്പിലിരുന്നൊരു ഈ ഒരു എന്താ പറയുക, എല്ലാവരും ഈ ഫ്രോഡുകൾ പിടിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്തില്ല, ഇതൊക്കെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതാന്ന് പറയുന്ന ഒരു സ്കീം പറയുമല്ലോ, അങ്ങനെ ഒരു ഐറ്റം അടിച്ച് ഒരു ട്രാപ്പിലാക്കിയത് നമ്മള്. അവർ 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവന്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിഷാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ ഒരു കടമുണ്ട്, അത് തീർക്കാൻ സഹായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ സഹായം ചോദിച്ച് ട്രാപ്പിലാക്കി എന്നാണ് ഈ നാറി പോലീസ് ജീപ്പിൽ ഇരുന്നു കൊണ്ട് മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവൻ്റെ ലൈവിനകത്ത് കിടപ്പുണ്ടെന്നുള്ളത് 5-6 മണിക്കൂറിലെ ലൈവാണ് ഇപ്പോൾ ഒരു ദിവസം ഇടുക. ഞാൻ ഇവൻ്റെ ലൈവ് മൊത്തം ഇരുന്ന് അരിച്ചു പെറുക്കി. അപ്പോൾ അതിനകത്തുനിന്ന് ഇവൻ പറയുന്ന രീതിയിലുള്ള ഒരു ആളുകൾ ഇവൻ്റെ അടുത്ത് അന്ന് വന്നിട്ടുണ്ടോ? ഒരു അമ്മയും മോളും വന്നിട്ടുണ്ടോ? കുട്ടിക്ക് 16 വയസ്സാണോ? അവരിതുപോലെ 20 ലക്ഷം ചോദിച്ചോ എന്നുള്ളതൊക്കെ. കാരണം ഈ 6 മണിക്കൂർ 5 മണിക്കൂർ പലരും വന്ന് പോകുന്നുണ്ട് ഇവൻ്റെ അടുത്ത്. അപ്പോൾ ഇത് ഇവൻ പറഞ്ഞ സംഗതിയുള്ള ആ ഒരു പെർട്ടിക്കുലർ 2 പേര്, അമ്മയും മകളും, പിന്നെ ഇവനായിട്ട് എന്ത് സംസാരിച്ചു, ഇവൻ പറഞ്ഞ പോലെ ട്രാപ്പാക്കാൻ വേണ്ടി അവർ 20 ലക്ഷം രൂപ ചോദിച്ചതാണോ എന്നുള്ളതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണമല്ലോ നമുക്ക് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇരുന്ന് കണ്ട് നോക്കിയത്. ഇനി ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഇവൻ്റെ ലൈവിലെ പോർഷൻസാണ്. ഓക്കെ, ഇവൻ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ അടുത്ത് കവടി നിരത്താൻ വേണ്ടി, ഭാവി ഭൂതം വർത്തമാനം അറിയാൻ വേണ്ടി വന്ന സമയത്ത് ഇവനോട് സംസാരിച്ചതിൻ്റെ ക്ലിപ്പുകൾ. എന്തുകൊണ്ട് വിശേഷം? ജിമ്മിനൊക്കെ പോകുന്നപ്പോ നിർത്തി പരിപാടി? മറ്റേ അല്ലേ, ഇവന് 10ാം ക്ലാസ്സിലെ ജയിക്കുകയാണ് ചെയ്യുമോ? പഠിക്കുന്നേ ഇല്ല. പഠിക്കാതെ ജയിക്കും. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഇവർ പോയതല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇവർ ചെന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മകൻ, ഇവരുടെ ഹസ്ബൻഡ് മരിച്ചാണ്, ഇവരുടെ മകൻ എന്തോ വലിയ സീന്, കുറേ ഉടായ്പ തട്ടിപ്പ് പരിപാടികളിലൊക്കെ കുറേ കടം വരുത്തി വെച്ചിട്ടുണ്ട്. ഇവരുടെ വസ്തുവിൻ്റെ പ്രമാണം ഇവരുടെ കയ്യിലില്ല, അതൊക്കെ അവൻ ഭ്രാന്ത് പിടിച്ചപ്പോൾ കീറിക്കളഞ്ഞു.
അങ്ങനെ മകൻ്റെ പല ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും മകൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ് ഈ ലേഡി എന്ത് ചെയ്യുന്നത്, ഈ ഉടായ്പിൻ്റെ അടുത്ത് മുരാരിയുടെ അടുത്ത് പോകുന്നത്. ആൻഡ് ഇവരിതൊരു ഫസ്റ്റത്തെ പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പെൺകുട്ടിയോട് എന്താ പോണില്ലേ, സ്കൂളിൽ പോണില്ലേ, പഠിക്കുന്നില്ലേ, ജിമ്മിൽ പോണില്ലേ എന്നൊക്കെ വളരെ കാഷ്വലായിട്ട് ഇവർ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം ഇങ്ങനത്തെ പാരൻസാണ്. നിങ്ങൾ വളരെ ബ്ലൈൻഡായിട്ട് ഇവൻ ദൈവത്തിൻ്റെ ആളാണ് അല്ലെങ്കിൽ ഇവരെന്തോ അമാനുഷിക കഴിവുള്ള ഒരാളാണ്, നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഇവൻ മതി, സാമ്പത്തികമായും അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഇതേപോലെ കവടി നിരത്തുന്ന ഒരു ഫ്രോഡ് മതി എന്ന് വിചാരിച്ചിട്ട് ഇവന്മാരുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് കീഴ്പ്പെട്ട് കൊടുക്കരുത് നിങ്ങൾ. മനസ്സിലായോ? അപ്പം പലരുടെയും ലൈഫിലെ അവസ്ഥയായിരിക്കാം കടം കയറുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് പോയിക്കോ, അമ്പലവും പള്ളിയൊക്കെ ഇല്ലേ, വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത ഇതിൻ്റെ മുന്നിൽ പോയിട്ടോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് പോര്. അവരൊന്നും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ കടന്നു പിടിക്കാനോ ആക്രമിക്കാനോ അല്ലെങ്കിൽ തീർക്കാനോ പോകുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവനെപ്പോലുള്ള പരത്തെണ്ടി ചെറ്റകൾ എന്ത് ചെയ്യും, അവസരം മുതലെടുക്കും. ഇവിടെ അമ്മ ഇവൻ്റെ ട്രാപ്പിലാന്നുള്ളത് എന്താണെങ്കിലും എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരുപാട് വട്ടം ഇവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ വസ്തുവിൻ്റെ ചുറ്റും ഇവനെന്തൊക്കെയോ കൊണ്ടുപോയി കുഴിച്ചിടാൻ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ള കഥയൊക്കെ കേൾക്കുന്നുണ്ട്. മനസ്സിലായോ? ബാക്കി കൂടി കാണാം. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ട് വന്നു, ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പരീക്ഷ കഴിഞ്ഞിട്ട് 14 നോക്കാം. മാർച്ചിലെ പരീക്ഷ അല്ലേ? എനിക്കൊരു പിന്നെ ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു വീടിന്റെ വസ്തുവിന്റെ പ്രമാണേ രജിസ്റ്റേർഡ് കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രമാണത്തിന്റെ. അതിനാരെയും കാണണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ യഥാർത്ഥ പ്രമാണം എന്റെ ഹസ്ബൻഡ് ഭ്രാന്തളവുന്ന സമയത്തിനുള്ളിൽ കീറി അങ്ങ് കളഞ്ഞ് കിച്ചിരിച്ചായിട്ട് കീറി കളഞ്ഞയാള്. അങ്ങനെ എന്നിട്ട് ആ തള്ളയുടെ കയ്യിൽ നിന്ന് പൈസ ഏത് പിന്നെ രജിസ്റ്റർ ഓഫീസാ? നമ്മുടെ കണ്ണനല്ലൂര്. കണ്ണനല്ലൂർ രജിസ്റ്റർ ഓഫീസാണ്. അവിടെ ആരെങ്കിലും നല്ല ആധാരം എടുത്തു തരണ്ടേ, അവരെ പോയി കാണും. കണ്ടിട്ട് ഇതിന്റെ പറ്റിട്ടേ കണ്ടല്ലോ, പകർപ്പെടുത്തു തരാൻ പറഞ്ഞു. പകർപ്പിന് ഓൺലൈനിൽ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തേക്കുന്നു. നാളെ മറ്റന്നാളെ കിട്ടും രജിസ്റ്റേർഡ് പകർപ്പ്. അത് മേടിച്ചിട്ട് എന്തോ ചെയ്യാനൊക്കെ എവിടെ കൊണ്ട് എങ്ങനെ വെക്കണം എന്നുള്ളത് അത് മേടിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യത്തിന് അത് മതി. ക്രയത്തിന് ലോണിന്റെ കാര്യത്തിന് കിട്ടുമെന്ന് അറിയാൻ പറ്റും. ലോൺ കിട്ടുമോ വെച്ചാൽ ലോൺ എടുക്കാൻ, ലോൺ എടുത്തത് ഗ്രീവനറിഞ്ഞിന്റെ വീടും വസ്തു കൊടുക്കണ്ട അതല്ലേ നല്ലത്. അതായത് എങ്ങനെയെങ്കിലും അതൊന്ന് ഇവന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്ത് എടുത്തോണ്ട് ഇവൻ അടയ്ക്കേണ്ടത്. ഇവനെ നിലനിർത്തി അടപ്പിക്കണം. അതായത് ഇവരുടെ ഹസ്ബൻഡ് എന്തോ പ്രമാണം കയറി കളഞ്ഞു ഭ്രാന്ത് മൂത്തപ്പോൾ, പ്രമാണമില്ല. അപ്പോൾ വസ്തു ഒന്ന് പണയപ്പെടുത്തി ഇവർക്ക് ഒരു 10-20 ലക്ഷം രൂപയുടെ കടമുണ്ട്, അത് തീർക്കണം. മകൻ കുറേ കടം വരുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ആവശ്യമായിട്ട് അവർ ലൈക്ക് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇയാളെ മറ്റേ ട്രാപ്പ് കൊണ്ടുപോയി പെടുത്തിയൊന്നുമില്ല. പ്രശ്നങ്ങൾ തീർക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇയാളുടെ മുന്നിൽ വന്നിട്ട് ഇവർ ഇരിക്കുന്നത്, ഈ അമ്മയും മകളും. മകള് പഠിക്കുന്നില്ല അല്ലെങ്കിൽ മകളുടെ എക്സാം വരാൻ പോവാണ്, അപ്പോൾ മകൾക്ക് എന്തോ കോൺസെൻട്രേഷന് വേണ്ടിയുള്ള ഒരു ക്രിയ ചെയ്യണം, അതിപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളോട് പിന്നെ ഒരു ദിവസം കൊണ്ടുപോയാൻ പറഞ്ഞതല്ല. അപ്പോൾ ഓൾറെഡി ഇവൻ പ്ലാൻഡാണ് ഈ കുട്ടിയുടെ മുകളിൽ എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. മനസ്സിലായോ? ഇന്നേ ദിവസം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അവർ പറയുന്നുണ്ട് എക്സാം ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാണ്, മാർച്ചിലാണ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഓൾറെഡി ഈ കുട്ടിയെ പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് വെച്ചാന്നുള്ളത് ഈ ഒരൊറ്റ സംഗതിയിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഓക്കെ, അത് ഈ അമ്മ ഇവൻ്റെ മുകളിൽ വെച്ചൊരു വിശ്വാസമുണ്ട്. കുട്ടിയുടെ അമ്മ ഈ മുരാരി തന്ത്രി ഇല്ലാത്തവൻ്റെ മുകളിൽ വെച്ചൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇവനോട് ആധാരം പണയപ്പെടുത്തി ലോണ് മേടിച്ച് തരുമെന്ന് ചോദിക്കുന്നത്. മകൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ തന്ത്രിപ്പെണ്ണാക്കാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പം ഹോം ഹ്രീം സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിപ്പ് വരുമോ? ഞാൻ ആ വിവരം കെട്ട കുറേ അലമ്പ് പാരൻസ് ഉണ്ട്. ഇനിയെങ്കിലും പല കേസുകളും നിങ്ങളെ മുന്നിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്ന് പഠിക്കും നിങ്ങൾ. ഇത് കഴിയുമ്പോൾ അടുത്ത പെണ്ണിന്റെ പുറകെ പോകും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചോദിച്ച് സ്കൂളിൽ അടിപൊളി അന്വേഷിച്ച് നടക്കുക. അവന് പെണ്ണ് അന്വേഷിക്കുക, അവന് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്
ഒറ്റയടിയും കൊടുക്കാൻ ഞാൻ തരുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ എന്താ ആരോഗ്യം 19-16 വയസ്സുള്ള പിള്ളേരെയാണ് ഇയാൾ ചമ്മന്ത ആലോചിക്കുന്നത്. ഈ 10-16 വയസ്സുള്ള പിള്ളേരെയാണ് ചമ്മന്ത ആലോചിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ ഏട്ടൻ എന്തോ കുറച്ച് റോങ് ആണ് ആള്, ഓക്കെ, കുറച്ച് ക്രാക്കാണ്. അപ്പോൾ ആ കുട്ടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുക. പറ്റുമ്പോൾ ഞാൻ വയസ്സിൽ കുട്ടികളെ ചമ്മന്ത ആലോചിക്കുന്ന ഒരൊറ്റടി കൊടുത്തുവിടായിരുന്നില്ല. കിട്ടണം, നിനക്ക് കിട്ടണം, നിനക്കാണ് കിട്ടേണ്ടത്. നിൻ്റെ ഈ കൊലച്ചിരി ഇവർ വരുമ്പോൾ തന്നെ ട്രാപ്പിലാക്കാനുള്ള നിൻ്റെ കുറേ ബോഡി ലാംഗ്വേജൊക്കെ കാണുമ്പോൾ തന്നെ ഏറെക്കുറെ ഈ ലൈവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അവർ നിൻ്റെ വലയിലാണ്. ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി നിന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. നീ കൊടുക്കുന്ന നെയ്യ്, നീ കൊടുക്കുന്ന തകിട്, അതിലാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്നാണ് അവരുടെ വിചാരം. മകൻ എന്തോ വലിയ സീനാണ്, അപ്പോൾ മകൻ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നീ ഒരാൾ രക്ഷിക്കണം. 10ാം ക്ലാസ് പഠിക്കുന്ന മകൾക്ക് എക്സാം പാസ്സാണെങ്കിൽ നിൻ്റെ സേവ ഇത് വേണമല്ലോ, എന്താ നെയ്യ് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് പോകുന്നൊരു അമ്മ. ഇവർ ഇങ്ങനത്തെ, ഞാൻ എഗെയിൻ റിപ്പീറ്റിങ് ദിസ്, ഇങ്ങനത്തെയൊക്കെ വീട്ടുകാരുടെ ഒരു ഗതികേട്, ഇവരുടെയൊക്കെ മക്കളെ ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തോന്നട ഇത്? എന്തിനു ഇവനെയൊക്കെ പോയിട്ട് ആശ്രയിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരു മനസമാധാനത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോകും. ഞാൻ ദൈവപുരുഷന്മാരുടെ അടുത്ത് പോയി ഇരിക്കല്ലേ. അമ്മമാരൊന്നും പറയണില്ല. ഇനി കുറച്ച് ലോങ് വീഡിയോ ആണ്. ഇവരെ കൺവിൻസ് ചെയ്യുന്നതും ഇവർക്ക് വേണ്ടി ബാങ്ക് മാനേജർ വിളിക്കുന്നു, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് ഇതിൽ. നിങ്ങൾ ഇനി അവനെ ആവശ്യമില്ലാത്ത സപ്പോർട്ട് ചെയ്യാൻ പോവുകയും മറ്റുള്ള കടങ്ങൾ തീർക്കാനും നിങ്ങൾ നിൽക്കുമ്പം അവൻ വീണ്ടും അഹങ്കാരിയാവും. ഈ കൊച്ചിന് എവിടെയെല്ലാം കെട്ടിച്ചു വിടുമ്പോൾ എല്ലാം കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ഇവനെ നമ്മൾ നിലനിർത്തും. ഇവന്റെ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നമായി. ഏത് ബാങ്കിനാ? ICICI ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ അങ്ങനെ 1.5 ലക്ഷം രൂപ കൊണ്ടൊന്ന് അടച്ചിട്ടുണ്ട്. ബാക്കി 10ാം തീയതിക്കകത്ത് അടയ്ക്കണം. കുറേ പറ്റത്തില്ല, 10ാം തീയതി തന്നെ അത് ക്ലോസ് ചെയ്യണം. അതായത് ഇത് പിന്നെ വലിയ തുക സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുക. ആർക്കറിയാം, 5 ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 80-50 ഒക്കെ ആയിരിക്കും എടുത്ത്. അതൊക്കെ കൂടി. എന്നിട്ട് അവര് സെറ്റിൽമെന്റിൽ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. 3.5 ലക്ഷം 8 ലക്ഷം എടുത്തു. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഒരു ദിവസമൊക്കെ 1 ലക്ഷം എഴുതി കളിച്ചത്. ഇത് പറഞ്ഞതാ, എടുക്കാൻ പറ്റും. ഒരു ദിവസം എന്താ കുളിച്ചിട്ടാ. ഈ ലോണിന്റെ കാര്യം ഏതെങ്കിലും ബാങ്കിലും തിരക്കുമോ? ഈ പകർപ്പ് കൊണ്ട് അതാ ഒന്ന് തിരക്കി നോക്കിയിട്ട് അവന്റെ സാലറിയും കൂടെ വെച്ചാൽ മതി. അതാ വെക്കാൻ പറഞ്ഞായിരുന്നു. അവന്റെ സാലറിയും കൂടെ വെച്ചിട്ട് അങ്ങനെ വേണേ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ണനല്ലൂരല്ലേ? ഏത് ബാങ്കിലാ നോക്കിയേ? നമ്മള് എത്ര രൂപ വേണം നിങ്ങൾക്ക്? 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപ എടുത്ത് എങ്ങനെ അടയ്ക്കും നിങ്ങൾ? അവന്റെ സാലറി ഇത്രയും പൈസ അടഞ്ഞു പോകും. അന്നേരം അടഞ്ഞു പോകും. എത്ര ഉണ്ട് സാലറിയാണ്? 56 രൂപയുടെ വലിയ. അവന് പിടുത്തം കഴിഞ്ഞ എത്ര കിട്ടും? അവന് കൈ കിട്ടുന്നത് 56. അങ്ങനെ ഉണ്ട് അടഞ്ഞു പോകും. 30 രൂപയ്ക്കകത്ത് അടവ് വരും. അതാ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു മാന്യരെ വിളിക്കാം. ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരെ നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് വേണം? അവിടെ തന്നെ രജിസ്റ്റേർഡ് പകർപ്പ് എടുത്തേക്കുന്നത്. മെയിൻ റോഡ് സൈഡാ. എത്ര രൂപയുടെ അവിടെ വസ്തുവിന് വില? 2 ലക്ഷം രൂപ വിലയുള്ള സ്ഥല. 3 ലക്ഷം രൂപ വിലയുള്ള സ്ഥല. എത്ര സെന്റ് ഉണ്ട്? 15 സെന്റ്. 2 നില വീട്. 2 നില വീട്. മൈനറും കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു അവളുണ്ട്. നിങ്ങൾക്ക് എത്ര 16 വയസ്സോ? മൈനറുണ്ട്. ഒരാൾ മൈനറാണ്. കൊച്ചിൻ്റെ പേരില്ലേ? ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഭർത്താവിൻ്റെ അവകാശം പിള്ളേർക്ക് കൂടെ വരത്തില്ലേ? ഇതൊരു ബാങ്ക് മാനേജരാ. അപ്പോൾ അവരുടെ ബാങ്ക് ചെയ്യത്തില്ല, വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കാം. കണക്റ്റുള്ളവർ കാണല്ലോ. എന്നിട്ട് നോക്കട്ടെ. വിൽക്കരുത്. ഞാനൊന്നും പറഞ്ഞില്ല, വിൽക്കരുത്. ശാന്തി സമാധാനം ഉണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നെങ്കിലും പക്ഷെ അവനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ഈ ഒരു ക്ലിപ്പ് ഒന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയല്ലോ. ആ ലേഡി സഹായം ചോദിക്കുകയാണ്, അല്ലാതെ ഇവനോട് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ ചോദിക്കാൻ വേണ്ടിയിട്ട് മകളെ വെച്ച് കൊടുത്തതോ അല്ല ആ ലേഡി. മനസ്സിലായോ? അവർ ഹസ്ബൻഡ് ഇല്ലാതെ
ഒരു മകനുള്ളതും തലതിരിഞ്ഞു പോയി, പിന്നുള്ളത് ഒരു പെൺകുട്ടിയാണ്, അവർക്ക് കടം കയറിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ ആകെയുള്ളത് വസ്തുവാണ്, ഇത് വസ്തുവിൻ്റെ ആധാരവും കയ്യിലില്ല. അപ്പോൾ ഒരു ഭയങ്കര എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണല്ലോ. അതായത് തന്ത്രമന്ത്രങ്ങൾ മാത്രമല്ലാതെ പൊതുസമൂഹത്തിൽ ഇറങ്ങി സൊസൈറ്റിയിൽ ചാരിറ്റിയും കൂടിയും ചെയ്യുന്ന നന്മമരവോളിയാണല്ലോ ഇവൻ. അവൻ്റെ അടുത്ത് അങ്ങനെ പോയതാണ് ഇവർ. അതെല്ലാം കൂടി ഒന്നിച്ച് ഇവൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് ഇവൻ ഈ ബാങ്ക് മാനേജറെ വിളിക്കുന്നത്, 20 ലക്ഷത്തിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ഇതാണ് ഇവൻ ജീപ്പിലിരുന്ന് തള്ളിയത്. നേരത്തെ ഇവനെ ട്രാപ്പാക്കിയതാണ്. 20 ലക്ഷം രൂപ അവനെ ഭീഷണിപ്പെടുത്തി ചോദിച്ചു എന്നൊക്കെ. പോലീസുകാർ ആ ഇരിക്കുന്ന തൊള്ളയും കൂട്ടി ഒരു കുത്തണ കൊടുക്കണം നാറിൻ്റെ. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യൂ ഈ കള്ളന്മാരെന്ന്. പഠിച്ച കള്ളന്മാരാണെങ്കിൽ ഇവന്മാർ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു. കഥകൾ പലതും ഉണ്ടാക്കും. ഈ അടുത്തൊരു കള്ളനെ കഥകൾ പലതും പറയുന്നൊരു കള്ളനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് പോയപ്പോഴൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ആ കള്ള ഇതേപോലെ പിടിക്കുമ്പോൾ പല കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ, ഇവറ്റങ്ങൾക്കൊക്കെ ഒരേ മോഡസാണ്, ഒരേ പാറ്റേൺ ആണ്. അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാണ് അവർ ഭീഷണിപ്പെടുത്തി. ഇവൻ്റെ വലയിൽ പോയി ചാടിക്കൊടുത്തതാണ്. ഇങ്ങനെ എത്ര പേരുണ്ടാവും ഇവനൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഇവനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവൻ അങ്ങോട്ട് പറഞ്ഞു ഉറപ്പിച്ച് ഇതേപോലെ വരുന്ന സിംഗിൾ പാരൻസ് ആയിട്ടുള്ള സ്ത്രീകളെയും അവരുടെ കുട്ടികളെയൊക്കെ ഇവൻ എത്ര മുതലെടുത്ത് കാണും. പലരും പുറത്തു പറയേണ്ടായിരിക്കും. പഠിക്കുന്നില്ല, ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. പക്ഷെ എന്തെങ്കിലും ചെയ്ത് പഠിക്കണം, നല്ല മാർക്ക് പഠിക്കണം, അതിനുള്ള സമയം ഞാൻ ചെയ്തുതരാം. പഠിക്കണം, പഠിച്ചാലേ ഒരു ചുമ്മാ പറ്റത്തില്ല. അതിന് പഠിക്കുന്ന നീ മൂടില്ലേ? പഠിക്കുന്നില്ല, പുസ്തകം തുറന്നു നോക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരിക നീ. നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം കേട്ടോ. ഞാൻ പറയത്തില്ല, അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. ഇല്ലേ, പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം ഈ പഠിച്ച് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. കാര്യം വെച്ചാൽ നിനക്ക് നല്ലൊരു ജാതകഫലമുള്ള ആളാണ്. അത് അവൻ്റെ കൂട്ടാവരുത്. മനസ്സിലായി? നമ്മൾ നമ്മുടെ ജാതകഫലം എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എടുത്ത് തരത്തില്ല. നമുക്ക് നല്ലൊരു ഉയർച്ചയും ഉന്നതിയും അതുപോലെ അഷ്ടൈശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളൊരു ജാതകമാണ്. അതിപ്പോഴേ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകണം. പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ, കൂട്ടുകെട്ടും ശരിയല്ല. ഇപ്പോൾ രണ്ടുകൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? കൂട്ടുകെട്ട് നമ്മുടെ ജീവിത ജൈവര്യം ബാധിക്കുമ്പോൾ നമ്മളൊന്നും കാര്യമുണ്ടോ? വീണ്ടും അതിനെക്കാട്ടി വല്ല ഓട്ടം ഉണ്ട്. അത് വേണ്ട കേട്ടോ. നമ്മൾ പഠിക്കാനുള്ളൊരു സമാധാനം നോക്കും. അതിന് വേണ്ടി ഞാൻ ചെയ്തുതരാം. സാരസവ് നീ ഇവിടെ ജപിച്ചു കൊടുക്കാം, പഠിച്ചോളൂ. അത് ജപിച്ച് ഞാൻ തരാം കേട്ടോ. ഒരു ടെൻഷനൊന്നും കാര്യമില്ല. മാർക്കൊക്കെ ഉണ്ടാവുക. അതിന് വേണ്ടി നിങ്ങൾക്ക് നമുക്ക് ചെയ്യാം. മൂലക്കുരുവൊക്കെ മാറിയിടില്ലേ? മറ്റേത് ഇതല്ലേ, ഫിസ്റ്റുലല്ലേ? ഫിസ്റ്റുല എന്നാ അതിന് പറയുന്നത്. ഒരാണി പോലൊരു സാധനമല്ലേ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് ചവ് പോലൊരു സാധനം എടുത്തല്ലേ. ഇവൻ ആ കുട്ടിയോട് സംസാരിക്കുന്ന രീതി കണ്ടോ? മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ, ഫിസ്റ്റുല എടുത്ത് മാറ്റിയോ? ആ അമ്മ അത്രയും ഫ്രീഡം അവന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എക്സാം പാസ്സാവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, കുറച്ച് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇവൻ പോയി എഴുതും എക്സാം, ഫാൻസി ഡ്രസ്സ് ഇട്ടിട്ട് 2 സൈഡ് മുടിയൊക്കെ കെട്ടിയിട്ട്. ചേട്ടേ, അണക്കൊരു മൂളില്ലേ? ഈ നാറിക്ക് ഒരു മൂളുണ്ട്. മനസ്സിലായോ? ഇവനൊരു അമ്മേനെ ഒപ്പം ഇരുത്തിയിട്ട് ഈ കുട്ടീനെ ഇവൻ കബഡി നിരത്തുമ്പോൾ എങ്ങനെ ഇവന് മനസ്സിലാവും ഈ കുട്ടിക്ക് ഒരു റിലേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത്? ഇവൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് പഠിക്കുന്നില്ല, പുസ്തകം തൊടുന്നില്ല, അമ്മയുടെ മുന്നിൽ തന്നെ കുട്ടീനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറയുകയാണ്. ശ്രദ്ധ വേറെയാണ്, നിഗൂഢമായിട്ട് പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ആ നിഗൂഢത എന്താ? വേറെ റിലേഷൻഷിപ്പ്. അതൊക്കെ അത് മാറണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇവൻ എന്ത് ചെയ്യണം? പരിഹാര ക്രിയകളും കർമ്മങ്ങളും ചെയ്യണം. ക്രിയകളും കർമ്മത്തിനും വേണ്ടിയിട്ട് ഇവൻ്റെ റൂമിൻ്റെ ബാക്കിൽ ഇവൻ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ബെഡും സാധനമൊക്കെ സെറ്റാക്കി AC ഒക്കെ വെച്ച് കുറേ റൂം എടുത്ത് വെച്ചിട്ടുണ്ട്, നിഗൂഢമായ റൂമുകൾ. വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ കുട്ടീനെയും കൊണ്ട് ഈ ലൈവ് കഴിഞ്ഞ സമയത്ത് ഇവൻ അങ്ങോട്ട് പോയി. ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഇങ്ങനെയുള്ള ചെറ്റയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഈ വിശ്വാസം തലയ്ക്ക് മൂത്ത ഒരു കുറച്ചൊരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരാണ് വെരി അൺഫോർച്ചുനേറ്റ്ലി, വെരി സോറി ടു സേ ദിസ്. ഇതിൽ ഈ കുട്ടിയുടെ പാരൻറ്റ് ഭയങ്കര റോളുണ്ട്.
കാരണം അവർ കുറേ ആയിട്ട് ഈ പറഞ്ഞ മുരാരിയെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു പനി വന്നാലടക്കം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കും നമ്മൾ. ഈ നൂറ്റാണ്ടിൽ ഒരു പനി വന്ന ഒരു ജ്യോത്സ്യനെ പോയി കാണും, വയ്യായിക വന്ന ഒരു ജ്യോത്സ്യനെ പോയി കാണും. ഇവിടെ ആരാണ് ഈ ജ്യോത്സ്യൻ? വൈദ്യര് പോലും അല്ല ഈ ജ്യോത്സ്യൻ. കബഡി നിരത്തിയിട്ടും അല്ലെങ്കിൽ ഒരു പരിഹാരക്രിയയ്ക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിക്കോ അല്ലെങ്കിൽ ഒരു പള്ളിക്കോ നേർച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലും അസുഖം മാറുമോ? കമോൺ. കുട്ടി 10ാം ക്ലാസ്സിൽ കുട്ടി പരീക്ഷ ജയിക്കാനും കുട്ടിക്ക് കോൺസെൻട്രേഷൻ കൂടാനും കുട്ടിക്ക് നല്ല രീതിയിൽ വിജയം നേടാനും വേണ്ടിയിട്ട് കുട്ടീനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ കാട്ടുകള്ളൻ ജ്യോത്സ്യൻ്റെ കയ്യിൽ. ലാസ്റ്റ് അതിനെ പിച്ച് ചീന്തി വലിച്ച് ചീന്താവ് നേരത്തെ അത് ഇറങ്ങി ഓടിയോണ്ട് അത് കഴിച്ചില്ല. എന്നാലും അത് കണ്ടോര് പറയുക ഫുൾ ചോരയെ കുളിച്ചത് ആകെ പ്രശ്നമായിരുന്നു ആ കുട്ടി. എന്നിട്ടും ഇവനെ പോലുള്ള പരനാറികൾ ഈ പ്രിഡേറ്റേഴ്സിൻ്റെ അടുത്ത് ഇപ്പോഴും നിങ്ങൾ എടേ ഉണ്ടാവാം, ഫേക്ക് കേസസ് ഉണ്ടാവാം. പക്ഷെ ഇതുപോലുള്ളൊരു കേസിലൊക്കെ നിങ്ങൾ വീണ്ടും വന്നിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, എലമെൻ്റ് ഓഫ് ഡൗട്ട് വെച്ചിട്ട് കുട്ടിക്ക് അതായിരിക്കൂ. എന്താ അതാണ് മുസ്ലിം മാപ്പിളപ്പാട്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരു ഹിന്ദു തന്ത്രിയെ കുടുക്കി മൈ ഫുട്ട്. കുറേ ബാൻജുത്താണ് ഇതേപോലെ കമൻറ്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പ്രസവനും അത് ചെയ്തായിരുന്നു. ജിമ്മിനെ അവൻ ഒരു കണക്കിന് അവൻ അങ്ങനെ ആയത് കുഞ്ഞു പ്രായത്തിലെ അച്ഛനിൽ നിന്ന് അവിടെ ആ വീട്ടിൽ അങ്ങനെ ഒരു നമ്മളൊരു വീടാകുമ്പോൾ അതിനൊരു താത്വികത ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവിടെ വരുന്നതായ ചില കുഞ്ഞുങ്ങളത് കണ്ടല്ലേ വളരുന്നത്. ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യത്തിലായപ്പോ വളരുന്നത്. അങ്ങോട്ട് പോകണമെങ്കിലും പോകാനോ എടുക്കാനോ. മറ്റേതെന്ന് വെച്ചാൽ ജയിലായിരുന്നു. ദൈവന് 14 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു. അല്ല 24 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു. ഇപ്പോഴാ പിന്നെയും ശ്വാസം വിട്ട് നടക്കുന്നത്. ബാധ്യത ഉണ്ടെങ്കിലും ശ്വാസം വിട്ട് നടക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ ഞാൻ പ്രമാണത്തിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ഇവനെ കൊണ്ട് തന്നെ അടപ്പിക്കത്തക്ക രീതിയിലേ. സുജാത ഞാനിവിടെ വരാം വ്യാഴാഴ്ച. കേട്ടല്ലോ. അതായത് ഈ അമ്മ പറയുന്നത് അച്ഛൻ എന്തോ മാനസികമായ പ്രശ്നമുണ്ട്, പക്ഷെ അച്ഛനുള്ള സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നതാണ്. കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നത് നല്ലതാണ്. അച്ഛന്മാരൊക്കെ ഉള്ളതും കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇവനെപ്പോലുള്ള അന്തമില്ലാത്തവന്മാർ കയറിയിട്ട് പിഴപ്പേട് കാണിക്കാൻ വേണ്ടി കുടുംബത്തിൽ കയറും. മനസ്സിലായോ? പല ചെറ്റത്തരങ്ങളും പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് കയറും. ഇതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ അവൻ്റെ ലൈവിൽ ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇവൻ ആ പോലീസ് ചീഫിൽ ഇരുന്ന് പറഞ്ഞ ഒരൊറ്റ തള്ളുകൊണ്ട് എന്താവും, ഇവിടെ പലരും ഇവന് വേണ്ടി വാദിക്കാൻ ഇറങ്ങും. പല പുരുഷ കമ്മീഷൻ്റെ ആളുകളും ഇവന് വേണ്ടി കൊടിയും പിടിച്ചിറങ്ങും. പിന്നെ നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം മക്കളെ. ഇതിപ്പോൾ എന്താ, റെഡ് ഹാൻഡഡ്ലി ഇവനെ പൊക്കി. ഇവൻ പറഞ്ഞതല്ല കഥ എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ, കാരണം ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ്. പിന്നെ ഇത് വളരെ മിസ്ലീഡിങ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഇവനെ കുടുക്കി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കുന്നു, നീ ആരാടാ മുരാരീനെ പറയുന്നത്? മുരാരി ആരും അറിയണില്ല. കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ നാട്ടുകാരെ മറ്റേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, മതത്തിൻ്റെ പേര് പറഞ്ഞു, പിന്നെ കുറച്ച് സഹായം ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയണം. നല്ലത് ചെയ്യുന്നവരൊക്കെ നല്ലത് ചെയ്ത് പോട്ടെ, വിഷയമുള്ള കേസല്ല. ഇപ്പോൾ ഒരു 10-20% ഉടായ്പ വരെ നമുക്ക് കണ്ണടച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു വിടാം. ഔട്ട് ആൻഡ് ഔട്ട് ഫ്രോഡ് പരിപാടി കാണിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഇതേപോലെ ഉപയോഗിക്കുന്ന പരനാറി നക്കികളെ ഈ വിറ്റങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇനി വിറ്റങ്ങളുടെ ഈ മുരാരി ഏതെങ്കിലും ഉണ്ടാക്കാൻ കുറേ എണ്ണം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം കണ്ടായി എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ, നീ തൊലഞ്ഞു പോകും, നിനക്ക് മുരാരി അറിയില്ല. ബെഞ്ചു തോനോട് ഇറങ്ങി വരാൻ പറ, അവനോട് അറിയിക്കാൻ വേണ്ടിയിട്ടോ ഈ കേസും കാര്യമൊക്കെ കഴിഞ്ഞിട്ട്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഫ്രോഡാണ്, അല്ല A ക്ലാസ് ഫ്രോഡ്.